ഹലോ നമസ്കാരം എല്ലാവർക്കും വെറൈറ്റി റെസിപ്പീസിലോട്ട് സ്വാഗതം. ഞാൻ ഷൈനി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി സ്നാക്കാണ്. കാടമുട്ട ബോണ്ട. ഇത് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസാണ് ഇതിനകത്ത് ഞാൻ ചേർത്തിരിക്കുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു ബോണ്ടയാണിത്. പിന്നെ ഇത് കാടമുട്ട ആയതുകൊണ്ട് ഹെൽത്തിന് നല്ലതാണ്. മെഡിസിനൽ പവറുള്ളൊരു എഗ്ഗാണിത്. അപ്പോൾ ഈ വെറൈറ്റി ബോണ്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എഗ്ഗ് കവറേജ് ചെയ്യാനായിട്ടുള്ള ബാറ്ററാണ് നമുക്ക് ആദ്യം ഉണ്ടാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ സ്ലൈസ് ചെയ്ത ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് സവാളയും പിന്നെ കുറച്ച് അതുപോലെ തന്നെ നീളത്തിൽ സ്ലൈസ് ചെയ്ത കുറച്ച് ക്യാബേജ് ഞാൻ എടുത്തിട്ടുണ്ട്. ക്യാബേജിൻ്റെ അളവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതുപോലെ തന്നെ സവാളയും. പിന്നെ അതിൻ്റെ അകത്തേക്ക് ഞാൻ 3 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1 ടീസ്പൂൺ പൊടിയായി അരിഞ്ഞത് അതും ചേർത്ത് പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി കുഴച്ച് ഇതുപോലെ സോഫ്റ്റായിട്ട് ആക്കിയെടുക്കണം. 10 മിനിറ്റ് ഞാൻ നന്നായിട്ട് തിരുമ്മിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ആയത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിലേക്ക്. ഇതിന് ശേഷം 3 ടീസ്പൂൺ കടലമാവ്, പിന്നെ 2 ടീസ്പൂൺ പച്ചരി അരിപ്പൊടി, പിന്നെ 1.5 ടീസ്പൂൺ കോൺഫ്ലവർ അതും കൂടി ചേർക്കുക. 1.5 ടീസ്പൂൺ കോൺഫ്ലവർ അതും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക. കൈകൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മി കുഴക്കുക. നമ്മളുടെ ഈ കണ്ടൻറ്റിൽ ഈ സവാള പിന്നെ ക്യാബേജ് ഇതിലേക്ക് നനവുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഏകദേശം കുഴച്ച് എടുക്കാൻ പറ്റും. പിന്നെ പോരാത്തതിന് ഒരു കൈവെള്ളയിൽ കൊള്ളുന്ന വെള്ളം മാത്രം എടുത്തിട്ടൊന്ന് തളിച്ചൊന്ന് കുഴച്ചെടുക്കുക. നന്നായിട്ട് തിരുമ്മി കുഴക്കുക. അപ്പോൾ ഇതുപോലെ ആയിക്കിട്ടും. കൂടുതൽ നനഞ്ഞാൽ ശരിയാവില്ല കേട്ടോ ഇത്. പിന്നെ 1/2 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ക്യാരറ്റിലും കുറച്ച് വെള്ളത്തിൻ്റെ അംശമുണ്ട്. അപ്പോൾ അതും കൂടി ആകുമ്പോൾ ഇതിനാവശ്യത്തിനുള്ള ലൂസാവും. കൂടുതൽ ആകാതെ തിക്കായിട്ട് തന്നെ ഇത് കുഴച്ചെടുക്കുക. ഞാനിവിടെ 6 കാടമുട്ട പുഴുങ്ങി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബാറ്ററിയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒരു കാടമുട്ട ഇതിൻ്റെ നടുവിൽ വെച്ചിട്ട് പൊതിഞ്ഞിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ ബാറ്റർ 6 ഈക്വൽ പാർട്സായിട്ട് നമ്മൾ ഭാഗിച്ച് വെച്ചതിന് ശേഷം അതിനകത്തേക്ക് ഓരോ മുട്ടയും എടുത്ത് വെച്ചിട്ട് നന്നായിട്ട് പൊതിഞ്ഞെടുക്കുക. അധികം അമർത്താതെ നന്നായിട്ട് കൈകൊണ്ട് ഉരുട്ടി ഇതുപോലെ നല്ല ബോൾസാക്കി എടുക്കുക. ഇതുപോലെ ബാക്കിയുള്ള മുട്ടകളും ഞാൻ ഈ കവറിങ്ങിനുള്ളിലാക്കിയിട്ട് ബോൾസാക്കി എടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിലുണ്ടാക്കാം. കണ്ടില്ലേ, നമ്മളുടെ കയ്യിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ 6 കാടമുട്ടയും ഇതുപോലെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള കാടമുട്ട ബോണ്ടയാണ് കേട്ടോ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം ഇത് ഓരോ ബോൾസും ഇട്ട് കൊടുക്കാനായിട്ട്. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ ഇത് ഫ്രൈ ആവുന്നത് വരെ മുരിച്ചെടുക്കുക. കുറച്ച് ഇടമുള്ള ഫ്രൈയിങ് പാൻ വേണം കേട്ടോ ഇതിനെ എടുക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ എല്ലാ ബോൾസും ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്യരുത്. അപ്പോൾ അതിൻ്റെ മുരിവൊന്നും പാകമാവില്ല. നന്നായിട്ട് മുരിഞ്ഞ് കിട്ടണമെങ്കിൽ ഇതുപോലെ നല്ല സൗകര്യത്തിൽ അകന്ന് കിടന്ന് മുരിഞ്ഞ് കിട്ടണം. ഇതിൻ്റെ പുറത്തേക്കൊക്കെ എണ്ണ നമുക്ക് കോരി ഒഴിച്ച് പാകമാകുമ്പോൾ നമുക്ക് മറിച്ചിട്ട് മുരിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഇത് മുരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്, പാകമായി. നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം. അപ്പോൾ നമ്മളുടെ കാടമുട്ട ബോൾസ് ആദ്യത്തെ സെറ്റ് റെഡിയായി. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റില്ലേ? ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾക്ക് എന്ത് എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കാം. വൈകുന്നേരത്തെ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ഇതുണ്ടാക്കി കഴിക്കാവുന്നതാണ്. കുട്ടികൾക്കും ഇഷ്ടപ്പെടും. നമ്മുടെ രണ്ടാമത്തെ സെറ്റ് നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ അതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളുടെ 6 കാടമുട്ട ബോൾസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള കാടമുട്ട
ബോൾസാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഈ കാടമുട്ട ബോണ്ട എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയിൽ കാണാം. താങ്ക് യു.